Hello friends, welcome to our channel Easy Homework. I am Krishna. In class 6 in the third chapter Playing with Numbers, പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ HCF. നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് ഓഫ് ദ കോമൺ ഫാക്ടേഴ്സ്. അതായത് ഇപ്പോൾ നമ്മളൊരു 20 and 12 ഞാൻ രണ്ട് നമ്പേഴ്സ് എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ ഫാക്ടേഴ്സ് ഞാൻ എഴുതാൻ പോവാണ്. 20യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 5, 10, 20. ഇത്രയാണ് 20യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി എടുത്ത് ഞാൻ 12 എടുത്തു. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4, 6, then 12 ആണല്ലോ. ഇത്രയാണ് ഏത് 12ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഓഫ് ദ കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സിൽ ഹയസ്റ്റ്. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും ഒരുപോലെ ഉള്ളത് ആണല്ലോ, അതിൽ ഹയസ്റ്റ്. സോ ഇവിടെ നോക്കിയേ, കോമൺ ആയിട്ട് ആരൊക്കെയാണ് ഉള്ളത്? 1, 2, പിന്നെ ആരെയുള്ള കോമൺ ആയിട്ടുള്ളത്? 4. സോ 1, 2 and 4 ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് ആണല്ലോ. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 4. സോ ഇതാണ് എന്താ ഇതിൻ്റെ HCF. 20 and 12ൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്? 4. അതായത് ഹയസ്റ്റ് ഓഫ് ദ കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സിൽ ഹയസ്റ്റ്. ക്ലിയർ? വേറെ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമല്ലോ. ഇപ്പം നോക്കിയേ, ഞാൻ ആദ്യം ഏതെടുത്തു? 20 എടുത്തു. പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. സോ ഞാൻ ആദ്യം 2ൽ ചെയ്തു. 2ൽ 20 എത്ര ടൈംസാണ് വരുന്നത്? 10 ടൈംസ് ആണല്ലോ. ദെൻ 10 അഗെയിൻ 2ൽ 10 എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. ദെൻ 5ൽ 1 ടൈം. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 20 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം ആണല്ലോ. നെക്സ്റ്റ് ഞാൻ 12 എടുത്തു. 2ൽ 12 6 ടൈംസ്. ക്ലിയർ? 6 അഗെയിൻ 2ൽ 3 ടൈംസ്. 3ൽ 1 ടൈം. സോ ഞാൻ 12നെ എങ്ങനെ എഴുതി? 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നെടുത്തു ആണല്ലോ. സോ 20 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5. 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ക്ലിയർ? സോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? നോക്കിയേ, ഇതിൽ രണ്ടിലും ഒരു 2 കോമൺ ഉണ്ട്, എഗെയിൻ ഒരു 2 കോമൺ ഉണ്ട്. സോ 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ഇതാണ് എന്ത് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡ് ഉണ്ട്. എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിൽ ഹയസ്റ്റ് ഏതാണെന്ന് നോക്കാം. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിലും ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് എന്ത് ചെയ്തു? ഫാക്ടറൈസേഷൻ ചെയ്തു. ഇതാണ് ഈസി. ഓക്കെ, സെപ്പറേറ്റ് എടുത്ത് ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം അതിൽ കോമൺ ആയിട്ടുള്ളതിനെ ഇങ്ങനെ എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്തതിന് ശേഷം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ക്ലിയർ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ട്രൈ ദീസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ HCF എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. HCFന് നമ്മൾ വേറൊരു രീതിയിൽ പറയാറുണ്ട്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നും പറയാറുണ്ട്. എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ? ട്രൈ ദീസിലൊരു ക്വസ്റ്റ്യൻ 24 and 36. 24 and 36 ഇതിൻ്റെ HCF കാണാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് 24 ഞാൻ എടുത്തു. 24 2ൽ 24 എത്ര ടൈംസ് ആണ്? 2 1 ടൈംസ്. 4 എത്രയാണ്? 2 ടൈംസ്. എഗെയിൻ 2ൽ 12 എത്ര ടൈംസാണ് വരുന്നത്? 6 ടൈംസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിക്കുക. ദെൻ 2ൽ 6 എത്ര ടൈംസാണ് വരുന്നത്? 3 ടൈംസ്. എഗെയിൻ 3ൽ 1 ടൈംസ്. സോ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 24 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതി. ക്ലിയർ? അടുത്ത ആരാണ്? 36. 2ൽ 3 എത്ര ടൈംസാണ് വരുന്നത്? 1 ടൈംസ്. പിന്നെ ആരാ റിമൈൻഡർ ഉള്ളത്? 3 ഡിവൈഡഡ് ബൈ 2 1 ടൈംസ് 2. റിമൈൻഡർ എത്രയാ? 1. ആ 1 ഞാൻ ഇവിടെ കൊടുത്തു. ഇനി അടുത്ത റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 16 എന്ന് വായിക്കണം. 16 2ൽ എത്ര ടൈംസാണ് വരുന്നത്? 8 ടൈംസ്. ക്ലിയർ? വീണ്ടും 2ൽ 18 എത്ര ടൈംസാ? 9 ടൈംസ്. അടുത്ത ആരെടുത്തു? 3 എടുത്തു. 9 3ൽ എത്ര ടൈംസാണ് വരുന്നത്? 3. എഗെയിൻ 3ൽ 1 ടൈം. സോ നമുക്ക് 36നെ എങ്ങനെ എഴുതാം? 36 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിൽ കോമൺ ആരൊക്കെയാന്ന് നോക്കണം. നോക്കിയേ,
രണ്ടിലും 2 ഉണ്ട്. വീണ്ടും എന്താ രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. ഇനി ഉണ്ടോ 2? ഇല്ല. ഇവിടെ ഒരു 3 ഉണ്ട് രണ്ടിലും കോമൺ. സോ 2 ഇൻറ്റു 2 ഇൻറ്റു ഇവിടുത്തെ 3. അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12. സോ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ? സോ നമുക്ക് ഈ രണ്ട് രീതിക്ക് ചെയ്യാം. ഇനി ഞാൻ മറ്റേ രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ചെയ്തതുപോലെ 24ൻ്റെ എന്താ ഫാക്ടേഴ്സ് എടുക്കുന്നു, പിന്നെ 36ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുന്നു. ഈ ചിലർക്ക് എന്താ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയില്ലാത്തവർക്ക് ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. നോക്കിയേ, 24ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 2 3 4 6 then 8 12 and 24. ക്ലിയർ? ദെൻ 36ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 2 3 4 6 8 ഇല്ല 9 12 18 36 ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇതിൽ തന്നെ എന്താണ് കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? അതാ 1 ഉണ്ട്, 2 3 4 6 12. ഏറ്റവും ഹയസ്റ്റ് ഏതാണ് കോമൺ ആയിട്ടുള്ളത്? 12. ആ 12 നമുക്കിപ്പോൾ കിട്ടിയത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ HCF കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിളോട് നോക്കിയേ. ട്രൈ ദീസിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, 15 25 and 30. 15 25 30. 15 ആദ്യം എടുത്തു. 3ൽ 15 എത്ര ടൈംസാണ് വരുന്നത്? 5 ടൈംസ്. എഗെയിൻ 5ൽ 1 ടൈംസ് കഴിഞ്ഞു. അടുത്ത ആരാണ്? 25. 5ൽ 5 ടൈംസ്. എഗെയിൻ 5ൽ 1 ടൈം. സോ ഞാൻ ഇവിടെ എന്തെഴുതി? ഇവിടെ ആരാ? 15 എനിക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? 25 എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 5. അടുത്ത ആരുള്ളത്? 30. 30 ഏതിലാ? 2ൽ 30 എത്ര ടൈംസാണ് വരുന്നത്? 15 ടൈംസ്. ദെൻ 15 3ൻ്റെ ടേബിളിൽ 5 ടൈംസ്. 5 ഇൻറ്റു 3 15. എഗെയിൻ 5ൽ 1 ടൈം. സോ 30 എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ആണല്ലോ? ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? നോക്കിയേ, 3 ഉണ്ടോ ഇവിടെ? ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അങ്ങനെ പറ്റില്ല, മൂന്നിലും കോമൺ ആയിട്ട് വരണം. ഓക്കെ, ദെൻ 5 എടുത്തു. 5 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ 5 മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമൺ ആയിട്ട് കിട്ടുന്നത്. സോ 5 ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അല്ലാതെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. നോക്കിയേ, 15 25 30. 15ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 3 5 15 ആണല്ലോ. ദെൻ 25ന്റെ ഫാക്ടേഴ്സോ 1 5 25. ക്ലിയർ? 30യുടെ ഫാക്ടേഴ്സ് ആണ് 1 2 3 5 6 10 15 30. ഓക്കെ, ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 1 then 3 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടല്ലേ മൂന്നിലും കോമൺ ആയിട്ട്? ആരാ ഉള്ളത്? 5. പിന്നെ ആരെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. സോ 1 and 5 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അതിൽ ഹയസ്റ്റ് ആരാണ്? 5. ഈ 5 ആണ് നമുക്ക് എന്ത് ചെയ്തത്? ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? സോ നമുക്കിനി എന്ത് ചെയ്യാം? നിങ്ങളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നോക്കിയേ, എക്സസൈസ് 3.6ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഫൈൻഡ് ദ HCF ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഫസ്റ്റ് ഈസ് 18 and 48. 18 48. നോക്കിയേ, 18 ഞാൻ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. 2ൽ 18 എത്ര ടൈംസ് ആണ്? 9 ടൈംസ്. 9 3ൽ 3 ടൈംസ്. എഗെയിൻ 3ൽ 1 ടൈം. ഓക്കെ, നെക്സ്റ്റ് ആരെടുത്തു? 48. 48 2ൽ 4 എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. 8 4 ടൈംസ്. Again 2ൽ 2 1 ടൈംസ്. 4 2 ടൈംസ്. Then 2 12ൽ എത്ര ടൈംസ് ആണ്? 6 ടൈംസ്. Then 2 6 എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. Again 3ൽ 1 ടൈം. സോ നമുക്ക് 18 എങ്ങനെ എഴുതാം? 18 is equal to 2 into 3 into 3 എന്ന് എഴുതാം. ആണല്ലോ? Then 48 is equal to 2 into 2 into 2 into 2 into 3. ക്ലിയർ? ഇനി കോമൺ ആയിട്ട് ആരൊക്കെയാ ഉള്ളത് നോക്കിയേ.
2 ഇവിടെ ഒരു 2 ആണുള്ളത്. സോ ഇവിടെ നിന്ന് നമുക്കൊരു 2 എടുത്തു. രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 ഇൻറ്റു ഇനി ഇവിടെ 2 ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ഇത്രയും 2 വേണ്ട, എടുക്കാൻ പറ്റില്ല. അടുത്ത ഇവിടെ ആരുണ്ട്? 3 ഉണ്ടല്ലേ. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. സോ അതിൽ നിന്ന് കോമൺ ആയിട്ട് ഞാൻ ഒരു 3 എടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 3 ഇൻറ്റു 6 ആണ് എന്ത് കിട്ടുന്നത്? ഇതിന്റെ HCF ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മനസ്സിലായെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക വീഡിയോ. ഓക്കെ. പ്രൈം ഫാക്ടറൈസേഷൻ നന്നായിട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞാലേ പ്രൈം ഫാക്ടറൈസേഷൻ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30 and 42. ഡി ആണ്. 30 and 42. 30, 42. ഓക്കെ. 30യുടെ ഫാക്ടേഴ്സും 42ന്റെ ഫാക്ടേഴ്സും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി ചെയ്യാം. ഞാനൊന്ന് കാണിച്ചു തരാം. 30യുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3, 5, 6, then 10, 15, 30. 42ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 4 plus 2, 6. 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ 3 ഫാക്ടർ ആണ്. 4ൽ എന്താണ്? ലാസ്റ്റ് രണ്ടും എന്താ 4ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 4 1 times 4 2 0 ഡിവിസിബിൾ അല്ല. 4 ഇല്ല. ദെൻ ആരുണ്ട്? 5 ഉണ്ടോ? 0യും എന്താണ് 5 ആണ് ലാസ്റ്റ് വരുന്നെങ്കിൽ 5ൽ പോകുള്ളൂ. സോ 5 ഇല്ല. 6 ഉണ്ട്. 6 into 7. സോ 7 ഉണ്ട്. ദെൻ 42 8 ഇല്ല. 9 ഇല്ല. 10 11 ഇനി അങ്ങോട്ടുള്ളതൊന്നും ഇല്ല. ഓക്കെ. 42. സോ ലാസ്റ്റ് വരുന്നത് 42 ആണ്. ഇതിൽ കോമൺ ആയിട്ട് ആരൊക്കെയാ ഉള്ളത്? 1 2 3 പിന്നെ ആരാ? 6. സോ ഇതില് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്? 6 ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. നോക്കിയേ. 30 ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2ല് 30 15 ടൈംസ് ആണ്. 15 3ല് 5 ടൈംസ്. എഗെയിൻ 5 5ല് 1 ടൈം. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കിട്ടും. ഏതാണ്? 30. ദെൻ ആരാ? 42. 42 ഈക്വൽ ടു 2ല് 4 2 ടൈംസ് 2 1 ടൈംസ്. ദെൻ 3ല് 21 7 ടൈംസ്. നമുക്ക് എന്ത് കിട്ടും? 7 7ല് 1 ടൈം. 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടും. ക്ലിയർ? സോ രണ്ടിലും കോമൺ ആരാ നോക്കിയേ. രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. പിന്നെ ആരുണ്ട്? 3 ഉണ്ട്. സോ 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 ആണ് എന്ത്? ഇവിടുത്തെ HCF എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ക്ലിയർ? ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് ഫോളോ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Third one is 18 and 60. C. 18, 60. Okay. 2ല് 18 9 times. 3ല് 3 times. Again 3 3ല് 1 time. Okay. Then 60. 2ല് 30 times. 30 into 2 ആണ് എന്ത്? 60. ഇതാ ഇങ്ങനെ ചെയ്യണം. ഇതാ 2 60. 6 നോക്കുക. 3 times. 0 ഞാൻ അതുപോലെ താഴെ എഴുതി. കണ്ടല്ലോ. ഇനി 2 3ൽ എത്ര ടൈംസ് ആണ്? 1 ടൈംസ്. റിമൈൻഡർ ആരുണ്ട്? 1 ഉണ്ട്. ആ റിമൈൻഡർ ഞാൻ ഇവിടെ കൊടുത്തു. അടുത്തത് 10 ആയിട്ട് റീഡ് ചെയ്യണം. 10 2ല് എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. ഇനി ഏതിലാ പോകുന്നത്? 3ൽ അല്ലെ. 3 ഇൻറ്റു എത്രയാണ്? 15 5. അഗെയിൻ 5 5ല് 1 ടൈംസ്. സോ നമുക്ക് 18 എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 60 എങ്ങനെ എഴുതാം? 60 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ. ഇനി കോമൺ ആയിട്ട് ആരൊക്കെ ഉള്ളത് നോക്കിയേ. രണ്ടിലും 2 ഉണ്ട്. ഇനി 2 ഇല്ല. ദെൻ 3. ഇവിടെ 3 ഉണ്ട്. 3 ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? ഇല്ല. സോ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 ആണ് എന്ത്? 18ന്റെയും 60യുടെയും HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 6 ആണ്. ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് നോക്കിയേ. 27 and 63. D. 27 and 63. 27 എന്താ? 2ല് പോവോ? ഇല്ല. 7 plus 2 എത്രയാ? 9. സോ 3ല് ഡിവിസിബിൾ ആണ് 3. 27 എത്ര ടൈംസ് വരുന്നത്? 9 ആണല്ലോ. ദെൻ 3 9ല് 3 ടൈംസ്. സോ 27 നമുക്ക് എങ്ങനെ എഴുതാം? 27 ഈക്വൽ ടു 3 ഇൻറ്റു അഗെയിൻ 3 3ല് 1 ടൈംസ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. ക്ലിയർ?
അടുത്ത ആരാണ് 63. 2 പോവില്ല. 3 നോക്കിയേ 6 + 3 9. സോ 3 ഡിവിസിബിൾ ആണ്. അതിനാണ് നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എല്ലാം പഠിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും ചെയ്ത് നോക്കുക. ഇപ്പൊ 3 ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 2-ന്റെതല്ല എന്താണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 0, 2, 4, 6, 8 വരും. അപ്പൊ ഈവൻ നമ്പേഴ്സ് ഒന്നും അല്ല. അടുത്ത 3 ചെക്ക് ചെയ്യുമ്പോൾ 6 + 3 9. 3 മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടി. സോ 63. 6 എത്ര ടൈംസ് ആണ്? 2 times. 3 1 time. Again 2 + 1 3. 3 ഡിവിസിബിൾ ആണ്. എത്ര ടൈംസ് ആ വരുന്നത്? 7 times. 7 7 1 time. 63 എങ്ങനെ എഴുതാം? 3 × 3 × 7 എന്ന് എഴുതാം. ക്ലിയർ? ഇനി രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത് നോക്കിയേ. ഇവിടെ ഒരു 3 ഉണ്ട് കോമൺ, വീണ്ടും 3 ഉണ്ട്, പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ 3 × 3 = 9 ആണ് എന്ത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 27 and 63. ക്ലിയർ? അടുത്ത് നോക്കിയേ. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലോട്ട് നോക്കുക. ഓക്കെ. അടുത്ത 36 and 84. 36 84. നോക്കിയേ. 36 ഈവൺ ആണ്. 2 പോവും. 2 3 എത്ര ടൈംസ് ആ വരുന്നത്? 1 times. റിമൈൻഡർ 1 ഉണ്ട്. ആ റിമൈൻഡർ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി എന്താ റീഡ് ചെയ്യേണ്ടത്? 16 2 8 times. ക്ലിയർ? സോ 18 2 എത്ര ടൈംസ് ആണ്? 9 times. 9 3 3 times. 3 1 time. സോ 36 ഞാൻ എഴുതി 2 × 2 × 3 × 3. ഇനി 84 യൂണിറ്റ് പ്ലേസിൽ എന്താണ്? ഈവൺ ആണ്. സോ 2 ഡിവിസിബിൾ ആണ്. 2 8 4 times. 4 2 times. അഗെയിൻ ഈവൺ നമ്പർ ആണ്. സോ 2 4 2 times. 2 1 times. 2 + 1 3 ആണ്. 3 ഡിവിസിബിൾ ആണ്. 7 × 3 ആണ് 21. 7 1 time. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 7. ഇപ്പൊ 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമോ ഏതിന്റെയൊക്കെ ടേബിളിലാണ് 84 ഉള്ളതെന്ന്? ഇല്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ. സോ എന്ത് ചെയ്തു? 84 = 2 × 2 × 3 × 7 എന്ന് എഴുതി. ഇനി ഇതിൽ കോമൺ ആരാന്ന് നോക്കാം. കോമൺ ആരുണ്ട് ഇവിടെ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു 2 ഉണ്ട്, വീണ്ടും 2 ഉണ്ട്, ദെൻ 3 ഉണ്ട്. ആണല്ലോ. സോ എന്തെഴുതാം? 2 × 2 × 3. 2 × 2 4, 4 × 3 12. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 36 and 84 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ക്ലിയർ? ഓക്കെ. അടുത്ത നോക്കിയേ. 34 and 102. F ആണ്. 34 102. 34 യൂണിറ്റ് പ്ലേസിൽ ആരാണ്? ഈവൺ നമ്പർ ആണ്. സോ 2 ഡിവിസിബിൾ ആണ്. 2 3 1 times. റിമൈൻഡർ 1 ഉണ്ട്. ഞാൻ അത് ഇവിടെ കൊടുത്തു. അടുത്ത റീഡ് ചെയ്യേണ്ടത് 14 എന്നാണ്. 14 2 എത്ര ടൈംസ് ആണ്? 7 times. 17 1 time. ക്ലിയർ? സോ നമുക്ക് 34 എങ്ങനെ എഴുതാം? 2 × 17. അടുത്ത ആരാണ്? 102. നോക്കിയേ. യൂണിറ്റ് പ്ലേസിൽ ആരാണ്? ഈവൺ നമ്പർ ആണ്. അപ്പൊ നമുക്ക് 2 ഡിവിസിബിൾ ആണ്. 2 10 5 times. 2 1 time. 51 ഇനി എന്താണ്? 5 + 1 6. ഇപ്പൊ 3 എന്താണ്? 5 + ഡിജിറ്റ്സ് ആഡ് ചെയ്തപ്പോൾ 6 എന്ന് കിട്ടി. 3 ഡിവിസിബിൾ ആണ്. 3 5 എത്ര ടൈംസ് ആ വരുന്നത്? 1 times. നോക്കിയേ. 5 / 3 1 times 3. റിമൈൻഡർ ആരാണ്? 2. ആ 2 ഞാൻ എവിടെ കൊടുത്തു? ദേ ഇവിടെ കൊടുത്തു. ഇനി എന്ത് റീഡ് ചെയ്യണം? 21 എന്ന് റീഡ് ചെയ്യണം. ആണല്ലോ. സോ 21 3 7 times. 17 1 time. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 102 = 2 × 3 × 17 എന്ന് എഴുതാം. ക്ലിയർ? സോ ഇനി ഇവിടെ ആരാ കോമൺ ആയിട്ടുള്ളത് നോക്കിയേ. രണ്ടിലും 2 കോമൺ ഉണ്ട്. പിന്നെ ഇവിടെ ആരാണ്? 17 കോമൺ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ എഴുതാം? 2 × 17 = 34. 34 ആണ് എന്ത്? ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ക്ലിയർ ആയല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. G 70 105 175. ഓക്കെ. ഫസ്റ്റ് 70 യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 0 ആണ്. സോ 2 ഡിവിസിബിൾ ആവും. 2 7 എത്ര ടൈംസ് ആ വരുന്നത്? 3 times. 6 ആണ് അല്ലെ? നോക്കി ഇവിടെ 7 / 2
3 times 6 റിമൈൻഡർ 1. ആ റിമൈൻഡർ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി എന്ത് റീഡ് ചെയ്യും? 10 എന്ന് റീഡ് ചെയ്യും. ഓക്കെ, 10 എത്ര ടൈംസ് ആ 2ല്? 5 times. Then 35 ആണ് വന്നേക്കുന്നത്. യൂണിറ്റ് പ്ലേസിൽ 5 വന്നു. സോ 5ലാണ് ഡിവിസിബിലിറ്റി. 5ല് 35 എത്ര ടൈംസ് ആണ്? 7 times. 7ല് 1 times. സോ നമുക്ക് 70 എങ്ങനെ എഴുതാം? 70 ഈക്വൽ ടു 2 into 5 into 7 എന്ന് എഴുതാം. ക്ലിയർ? അടുത്ത ആരാ വരുന്നത്? 105. 105. 2ല് പോവില്ല. 3ല് എന്താ നോക്കിയേ? 5 plus 1 6 അല്ലെ? 3ല് ഡിവിസിബിൾ ആണ്. സോ 3ല് 10 9 ആണ് വരുന്നത്. സോ 3 times 9. റിമൈൻഡർ 1 ഞാൻ ഇവിടെ കൊടുത്തു. 15 എന്ന് റീഡ് ചെയ്തു. എത്രയാ? 3 into 5 ആണ് 15. സോ 35. 5ല് 7 times 7ല് 1 time. നമുക്ക് 105നെ എങ്ങനെ എഴുതാം? 3 into 5 into 7 into 7. Then അടുത്ത എന്താണ്? 175. 175. 2ല് പോവില്ല. 3ല് ആഡ് ചെയ്ത് നോക്കിയേ, പോവും നോക്കിയേ. 175. 7 plus 5 is 12 plus 1 is 13. പറ്റത്തില്ല. സോ 5ല് പോവും അല്ലെ? സോ 5ല് 17. ആരാണത്? 5 3s are 15. എത്ര ടൈംസ് ആണ്? 3 times. 15 കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ്? 17 അല്ലേ ഇവിടെ? 15 16 17. 2 ആണ് റിമൈൻഡർ. സോ ഞാൻ ആ 2 ഇവിടെ കൊടുത്തു. റീഡ് ചെയ്യേണ്ടത് 25 എന്ന്. 25 5ല് എത്ര ടൈംസ് ആ വരുന്നത്? 5 times. Again 5ല് 35 എത്ര ടൈംസ് ആ? 7ല് 1 time. ക്ലിയർ? സോ നമുക്ക് 175നെ എങ്ങനെ എഴുതാം? 5 into 5 into 7 എന്ന് എഴുതാം. ക്ലിയർ? ഇനി കോമൺ ആരാ നോക്കിയേ? 2 ഉണ്ടോ ഇവിടെ? ഇവിടെ 2 ഇല്ല. Then 5 ഉണ്ടല്ലേ? സോ ഇവിടെ 3 എടുത്തും എന്തുണ്ട്? 5 ഉണ്ട്. ഇവിടെ 3ലും എന്തുണ്ട്? 7 ഉണ്ട്. സോ 5 into 7 ഈക്വൽ ടു 35 ആണ് എന്ത്? 70. 105 175ന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 91 112 49. 91 112 49 H ആണ്. നോക്കൂ, 91. 2ല് പോവോ? ഇല്ല. 3ലോ? 9 plus 1 10 ആണ്. Then 3 അത് കഴിഞ്ഞാൽ 4ല് പറ്റില്ല. 5ലില്ല. 6ല് 2ലും 3ലും ഉണ്ടെങ്കിലല്ലേ 6ലുള്ളൂ. Then 7ലുണ്ടോന്ന് ചെക്ക് ചെയ്തേ. എങ്ങനെയാ 7ലുണ്ടോന്ന് ചെക്ക് ചെയ്യുന്നത്? യൂണിറ്റ് പ്ലേസിൽ നമ്പർ എടുക്കുക. ഡബിൾ എത്രയാണ്? 2 ആണല്ലോ. 1ന്റെ ഡബിൾ 2 ആണ്. അതിനെ ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. 9 minus 2 is 7. 7ന്റെ ഡിവിസിബിൾ ആണ്. സോ 91 7ന്റെ ഡിവിസിബിൾ ആണ്. ഓക്കെ, സോ 7 9 എത്ര ടൈംസ് ആ വരുന്നത്? 1 time. 1 time. റിമൈൻഡർ ആരാണ് നോക്കിയേ? 9 divided by 7. 1 time 7. റിമൈൻഡർ 2. ഞാൻ ആ റിമൈൻഡർ 2 ഇവിടെ കൊടുത്തു. അടുത്ത റീഡ് ചെയ്യേണ്ടത് എന്താണ്? 21 എന്ന് റീഡ് ചെയ്യണം. സോ 21 7ല് 3 times. 13ല് 1 times. ക്ലിയർ? സോ 91 നമുക്ക് എങ്ങനെ എഴുതാം? 91 is equal to 7 into 13 എന്ന് എഴുതാം. അടുത്ത ആരാണ്? 112. യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. സോ 2ല് ഡിവിസിബിൾ ആണ്. നോക്കേ, 112. 2ല് 11 എത്ര ടൈംസ് ആണ്? 5 ടൈംസ് ആണ്. 10. റിമൈൻഡർ 1 ഉണ്ട്. ആ 1 ഞാൻ ഇവിടെ കൊടുത്തു. അടുത്ത റീഡ് ചെയ്യേണ്ടത് 12 എന്നാണ്. 12 2ല് 6 ടൈംസ്. യൂണിറ്റ് പ്ലേസിൽ എന്താണ്? ഈവൺ ആണ്. സോ വീണ്ടും 2ല് 5 എത്ര ടൈംസ് വരും? 2 times 4 ആണ്. റിമൈൻഡർ 1 ഞാൻ ഇവിടെ കൊടുത്തു. അടുത്ത 16 എന്ന് റീഡ് ചെയ്യണം. 16 2ല് 8 times ആണല്ലോ. Again 2ല് 2 1 times 8 4 times. 2ല് 14 7 times 7 7ല് 1 time. 112 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 7 എന്ന് എഴുതാം. 2 into 7. അടുത്ത ആരാണ്? 49. 49 എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കിയേ, 49 ഏതാണ്? 2ല് പോവോ? ഇല്ല. 3ലാണെങ്കിലോ? 9 10 11 12 13 പറ്റില്ല. then ആരാ വരുന്നത്? 7 വരും അല്ലേ? 7 into 7. അല്ലാതെ 49 ഫാക്ടർ ഉണ്ടോ? ഇല്ല. 7 into 7. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 7 into 7 എന്ന് എഴുതാം. ക്ലിയർ? സോ ഇവിടെ കോമൺ ആയിട്ട് ആരാ ഉള്ളത്?
മൂന്നിലും 7 മാത്രമാണ് എന്തുള്ളത് കോമൺ. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 91, 112 ആൻഡ് 49 ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ആരാ? 7 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 18, 54 and 81. 18, 54, 81. നോക്കിക്കേ. 18 2ല് എത്ര ടൈംസ് ആണ്? 9 ടൈംസ് ആണല്ലോ. 9 3ല് 3 ടൈംസ്. 3ല് 1 ടൈം. ക്ലിയർ? സോ 18 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 into 3 എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് 54. 2ല് 5 2 ടൈംസ്. റിമൈൻഡർ 1 ഇവിടെ കൊടുത്തു. 14 എത്ര ടൈംസ് ആ? 7 ടൈംസ്. 2 plus 7 എത്രയാ? 9. സോ 3ല് ഡിവിസിബിൾ ആണ്. 3ല് എത്ര ടൈംസ്? 9 ടൈംസ്. അഗെയിൻ 9 3ല് 3 ടൈംസ്. 3ല് 1 ടൈം. സോ 54 നമുക്ക് എങ്ങനെ എഴുതാം? 54 is equal to 2 into 3 into 3 into 3. അടുത്ത ആരാണ്? 81. 81 എങ്ങനെ ചെയ്യും? 81 8 plus 1 9. 3ല് ഡിവിസിബിൾ ആണ്. സോ 8 2 ടൈംസ് 6 ആണ് വരുന്നത്. റിമൈൻഡർ എത്രയാണ്? 2. 21 എത്ര ടൈംസ്? 7 ടൈംസ്. അഗെയിൻ 3ല് 27 എത്ര ടൈംസ്? 9. 3ല് 3 ടൈംസ്. 3ല് 1 ടൈം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3 into 3 into 3 എന്ന് എഴുതാം. ഇനി കോമൺ ആരൊക്കെയാന്ന് നോക്കിയേ. ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. സോ നമുക്ക് 2 എടുക്കാൻ പറ്റില്ല. ദെൻ 3 ഇവിടെ എന്താ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് ആണല്ലോ. സോ 3 into 3 equal to 9 ആണ് ഇത് വരുന്നത്. ഇതിന്റെ മൂന്നിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12, 45 and 75 നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ എല്ലാവരും ചെയ്ത് വെച്ചേക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ടതാണ്. നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ എക്സസൈസ് 3.6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോളൂ. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടു കഴിഞ്ഞവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.